ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷംസീർ. നിങ്ങൾ കാണുന്നത് ഈ സീരീസ് മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ, ആളുകൾ കണ്ടാൽ ക്ലിക്ക് ചെയ്യുന്ന ഒരു തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാൽ നമുക്ക് ക്ലിക്ക് ത്രൂ റേറ്റ്, ഓരോ വീഡിയോക്കും ക്ലിക്ക് ത്രൂ റേറ്റ് ഉണ്ട്. എത്ര ശതമാനം ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടു എന്നുള്ളതല്ല, നമ്മുടെ വീഡിയോയിൽ എത്ര ആളുകൾ ക്ലിക്ക് ചെയ്തു എന്നുള്ളതിനെ അപേക്ഷിച്ചാണ് നമ്മുടെ ക്ലിക്ക് ത്രൂ റേറ്റ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമ്മളെ വീഡിയോകൾ പല ആളുകളിലേക്കും സജസ്റ്റ് ചെയ്തും അല്ലെങ്കിൽ സെർച്ചിൽ കൊണ്ടുവന്നൊക്കെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലിക്ക് ത്രൂ റേറ്റ് കൂടണമെങ്കിൽ നല്ല തംബ്നെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നല്ല തംബ്നെയിൽ ആയിരിക്കണം ആ ഒരു വീഡിയോയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ആ ഒരു തംബ്നെയിൽ കണ്ടുകൊണ്ട് മാത്രമേ ആളുകൾ ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആളുകൾക്ക് അങ്ങനെ ഒരു ക്ലിക്കബിൾ ആയിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ നിർമ്മിക്കുക എന്നുള്ളത് കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. തംബ്നെയിൽ നിർമ്മാണത്തിൽ നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ തംബ്നെയിൽ, എല്ലാ തംബ്നെയിലിനും നമ്മൾ കൊടുക്കുന്ന പാറ്റേണുകൾ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ഡിസൈനുകളൊക്കെ ഒരേപോലെ ആയിരിക്കണം. ആളുകൾക്ക് കണ്ടാൽ, ആ ഒരു തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകണം ഇത് ഇന്ന ചാനലാണ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, M4Tech പോലെയുള്ള വലിയ വലിയ ചാനലുകൾക്കൊക്കെ അവരുടെ തംബ്നെയിലിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകും. ഏകദേശം ഒരേ ഒരു പാറ്റേണിലായിരിക്കും അവരൊക്കെ തംബ്നെയിൽ ചെയ്തിരിക്കുക. അപ്പോൾ ആ ഒരു തംബ്നെയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് M4Tech ആണ് അല്ലെങ്കിൽ ഇത് മറ്റൊരു ചാനലാണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ആദ്യം കീപ്പ് ചെയ്യണം. നമ്മൾ നിർമ്മിക്കുന്ന തംബ്നെയിലിന്, എല്ലാ തംബ്നെയിലിനും ഒരേ കൺസിസ്റ്റൻസിയോട് കൂടി, ഒരേ പാറ്റേണോട് കൂടിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ഒരേ പാറ്റേൺ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസിയുള്ള തംബ്നെയിൽ മാത്രം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതൊരു ബ്രാൻഡിങ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ചാനലിനെ അതൊരു ബ്രാൻഡിങ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. പെട്ടെന്ന് ആളുകളിലേക്ക് ആ ഒരു തംബ്നെയിൽ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇത് ഇന്ന ചാനലാണ് എന്നുള്ളത്. ഇനി തംബ്നെയിലിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ കളർ കോമ്പിനേഷനുകൾ കൊടുക്കുമ്പോൾ നല്ല ബ്രൈറ്റും അതേപോലെ വൈബ്രൻറ്റും ആയിട്ടുള്ള കളറുകൾ യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു മങ്ങിയ ഒരു കളറോ അല്ലെങ്കിൽ ഒരു വൈറ്റ്, ആളുകൾക്ക് കണ്ടാൽ അട്രാക്റ്റീവ് അല്ലാത്ത കളറുകൾ ഒരിക്കലും നമ്മുടെ തംബ്നെയിലിൽ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ ആളുകൾ പെട്ടെന്ന് ആ ഒരു തംബ്നെയിൽ ശ്രദ്ധിക്കുകയില്ല. അതിന് പകരം നമ്മൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ അല്ലെങ്കിൽ യെല്ലോ കളർ, അതേപോലെയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരുപാട് തംബ്നെയിലുകൾ, ഒരുപാട് ചാനലുകളുടെ തംബ്നെയിൽ കാണുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ തംബ്നെയിൽ പെട്ടെന്ന് ആളുകൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ്, നമ്മൾ തംബ്നെയിൽ നിർമ്മിക്കുമ്പോൾ നമ്മൾ അതിൽ വാരി വലിച്ചിട്ട് നമ്മൾ അതിൽ ടെക്സ്റ്റും കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ നിറയെ ടെക്സ്റ്റുകളും കാര്യങ്ങളും ഉള്ള ഒരു തംബ്നെയിൽ ഒരിക്കലും ഒരു അട്രാക്റ്റീവ് തംബ്നെയിൽ ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതിന് പകരം ഒരു 2 or 3 മാക്സിമം 4 വേർഡ്സിൽ ഒതുക്കിയിട്ട് വേണം നമ്മൾ തംബ്നെയിൽ കൊടുക്കാനായിട്ട്. നമ്മുടെ തംബ്നെയിലിൽ കൊടുക്കുന്ന ഫോട്ടോയിൽ നിന്നും അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന മറ്റു കാര്യങ്ങളിൽ നിന്നുമായിരിക്കണം ആളുകൾക്ക് ആ ഒരു തംബ്നെയിൽ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവാനായിട്ട്. അല്ലാതെ ടെക്സ്റ്റുകൾ വാരി വലിച്ചിട്ടത് കൊണ്ട് ഒരിക്കലും നമ്മുടെ തംബ്നെയിൽ ഒരു അട്രാക്റ്റീവ് തംബ്നെയിൽ ആവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റുകൾ മാക്സിമം ചുരുക്കിക്കൊണ്ട് വേണം നമ്മുടെ തംബ്നെയിൽ നിർമ്മിക്കാനായിട്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണലി ഡ്രോ ഇൻ ദ വ്യൂവർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ വീഡിയോകളിൽ എന്താണോ ആളുകൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ഫോട്ടോയിൽ നിന്ന്, ആ തംബ്നെയിലിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലാവണം. അതിൽ എന്താണ്, നമ്മൾ ചിരിക്കാനുള്ള വീഡിയോ ആണോ അല്ലെങ്കിൽ കരയാനുള്ള വീഡിയോ ആണോ അല്ലെങ്കിൽ ഇതൊരു കോമഡി വീഡിയോ ആണോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു വീഡിയോയിൽ ആളുകൾ ക്ലിക്ക് ചെയ്യുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തംബ്നെയിലിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ടൈറ്റിലിൽ കൊടുത്ത ടെക്സ്റ്റ് അല്ലെങ്കിൽ ടൈറ്റിൽ തന്നെ നമ്മൾ അതിലേക്ക് കോപ്പി ചെയ്തിടാൻ പാടില്ല. നമ്മൾ ടൈറ്റിൽ വേറെയും തംബ്നെയിലിൽ കൊടുക്കുന്ന കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വേർഡും ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ ടൈറ്റിൽ അതേപോലെ എടുത്തിട്ട് തംബ്നെയിലിൽ കൊടുക്കാൻ ഒരിക്കലും പാടില്ല. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ തംബ്നെയിൽ നിർമ്മിക്കാനായിട്ട്.
എങ്കിൽ മാത്രമേ ആളുകൾ നിങ്ങളുടെ ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുള്ളൂ, ആ തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് വ്യൂസും കിട്ടുകയുള്ളൂ. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന ഒരു തംബ്നെയിലിൽ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ആ വീഡിയോ വാച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോക്ക് കൂടുതൽ റീച്ച് കിട്ടുകയും ചെയ്യും. യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നും കൂടുതൽ സജഷനുകൾ പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തംബ്നെയിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉപകാരപ്രദമായെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും അതേപോലെ ഓൾ എന്നുള്ള ആ ഒരു ഓപ്ഷനും സെലക്ട് ചെയ്ത് വെക്കാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.